നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും എന്ന ചാപ്റ്ററാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ഓക്സീകരണവും നിരോക്സീകരണവും എന്ന ഭാഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. മെഗ്നീഷ്യവും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് മെഗ്നീഷ്യം ക്ലോറൈഡ്. ഇതിനെ കെമിക്കൽ ഇക്വേഷനാക്കി നമുക്ക് എങ്ങനെ എഴുതാം? Mg+Cl2 gives MgCl2. മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282. അപ്പോൾ 6 ഇലക്ട്രോണുകളെ കൂടെ സ്വീകരിച്ചെന്നാൽ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഈ 6 എണ്ണത്തിന് സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് 2 എണ്ണത്തിന് വിട്ടുകൊടുക്കുന്നതാണ്. അപ്പം മെഗ്നീഷ്യം ആറ്റം എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും? 2 ഇലക്ട്രോണുകളെ മെഗ്നീഷ്യം ആറ്റം വിട്ടുകൊടുക്കും. ക്ലോറിനാണെങ്കിലോ 287 എന്നുള്ളതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 17 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ, അല്ലേ? അപ്പോൾ 7 എണ്ണത്തിന് വിട്ട് കൊടുക്കുന്നതിലും എളുപ്പം ഒരെണ്ണത്തിനെ സ്വീകരിച്ച് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മെഗ്നീഷ്യം 2 എണ്ണത്തിന് വിട്ടുകൊടുക്കുന്നു. വിട്ടുകൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിന് എത്ര ചാർജ് കിട്ടുന്നുണ്ട്? +2 ചാർജ് കിട്ടുന്നുണ്ട്. മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണെന്ന് പറഞ്ഞു. പ്രോട്ടോണിൻ്റെ എണ്ണവും 12 തന്നെ, ഇലക്ട്രോണിൻ്റെ എണ്ണവും 12 തന്നെ. ഇലക്ട്രോൺ 2 എണ്ണം നഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ 10 ആയിട്ട് മാറും ഇലക്ട്രോണിൻ്റെ എണ്ണം. പ്രോട്ടോണിൻ്റെ എണ്ണം അവിടെ വീണ്ടും 12 തന്നെ നിലനിൽക്കും, അല്ലേ? അപ്പോൾ 12 - 10 2 +2 ചാർജാണ് ആർക്ക് കിട്ടുന്നത്? മെഗ്നീഷ്യം ആറ്റത്തിന് കിട്ടി. അത് മെഗ്നീഷ്യം അയോൺ ആയിട്ട് മാറും. ഇതിനെ കെമിക്കലി നമുക്ക് എങ്ങനെ എഴുതാം? കെമിക്കൽ ഇക്വേഷനായിട്ട് Mg Mg2++ 2E-. ഓരോ ക്ലോറിൻ ആറ്റവും എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്? 287 ആയിരുന്നു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ഇലക്ട്രോണിനെ കൂടെ അതിനെ സ്വീകരിക്കാം, അല്ലേ? ഇവിടെ Cl2 ആണ്. 2 ക്ലോറിൻ ആറ്റങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ ചാർജ് വീതം ലഭിക്കുന്നു. ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Cl+1E- gives Cl-. ഈ പ്രവർത്തനത്തിൽ മെഗ്നീഷ്യം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ക്ലോറിൻ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം നിരോക്സീകാരിയും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റം ഓക്സീകാരിയുമാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം നിരോക്സീകാരിയും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റം ഓക്സീകാരിയുമാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനത്തെ ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്ന് പറയും. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിനെ നിരോക്സികാരി അഥവാ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയും. അവിടെ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുമ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം റെഡ്യൂസിങ് ഏജൻറ്റ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റം ഓക്സീകാരി അഥവാ ഓക്സിഡൈസിങ് ഏജൻറ്റ്. മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ ഫോർമേഷനിൽ ഏത് ആറ്റത്തിനാണ് ഓക്സീകരണം സംഭവിച്ചത്? അതിൽ ഏത് ആറ്റമാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്? ഏതാണ്? മെഗ്നീഷ്യം ആറ്റമാണ് ഇവിടെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് ഓക്സിഡേഷൻ സംഭവിച്ചത് മെഗ്നീഷ്യത്തിനാണ്. ഏത് ആറ്റത്തിനാണ് നിരോക്സീകരണം സംഭവിച്ചത്? ഇലക്ട്രോണിനെ സ്വീകരിച്ച ആറ്റത്തിന്, അതായത് ക്ലോറിനാണ് നിരോക്സീകരണം സംഭവിച്ചത്, അതായത് റിഡക്ഷൻ. ഈ രാസപ്രവർത്തനത്തിലെ ഓക്സീകാരി ഏതാണ്? ക്ലോറിനാണ്. ക്ലോറിനാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ക്ലോറിനാണ്. ഈ പ്രവർത്തനത്തിലെ നിരോക്സീകാരി മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിനാണ് ഇലക്ട്രോണിനെ നഷ്ടമാകുന്നത്. അതുകൊണ്ട് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് മെഗ്നീഷ്യമാണ്. തന്നിരിക്കുന്ന രാസസമവാക്യങ്ങളിൽ ഓക്സീകരണം സംഭവിച്ച ആറ്റം, നിരോക്സീകരണം സംഭവിച്ച ആറ്റം, ഓക്സീകാരി, നിരോക്സീകാരി എന്നിവ പട്ടികപ്പെടുത്താനായിട്ടൊരു ടേബിൾ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ മെഗ്നീഷ്യം ഫ്ലൂറൈഡ് ഉണ്ടാകുന്നതാണ്. Mg+F2 gives MgF2. ഇതിൽ മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെഗ്നീഷ്യത്തിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതാണ് എളുപ്പം, അല്ലേ? അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 6 എണ്ണത്തിനെ സ്വീകരിക്കുന്നതിലും എളുപ്പം 2 എണ്ണത്തിന് വിട്ടുകൊടുക്കുന്നതാണ്. ഇനി ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2-7. ഇവിടെ ഒരു ഇലക്ട്രോണിനെ കൂടെ സ്വീകരിച്ചെന്നാൽ ഫ്ലൂറിന് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നോക്കുക, ഇവിടെ ഓക്സീകരണം സംഭവിച്ച ആറ്റം, അതായത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ എന്ന് പറയുന്നത്
ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനായിട്ടുള്ള പ്രവണത കാണിക്കുന്നത് മെഗ്നീഷ്യമാണ്. അതുകൊണ്ട് മെഗ്നീഷ്യമാണ് ഓക്സീകരണം സംഭവിച്ച ആറ്റം. ഓക്സീകരണ സമവാക്യം Mg gives Mg2++ 2e-. ഇനി നിരോക്സീകരണം സംഭവിച്ച ആറ്റം ആരായിരിക്കും? ഫ്ലൂറിൻ ആയിരിക്കും. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് ഏത് ആറ്റമാണോ അതിനാണ് നിരോക്സീകരണം സംഭവിക്കുന്നത്. ഇവിടെ ഫ്ലൂറിൻ ഒരു ആറ്റത്തിനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലൂറിനാണ് നിരോക്സീകരണം സംഭവിച്ചത്, അതായത് റിഡക്ഷൻ സംഭവിച്ചത്. ഇനി നിരോക്സീകരണ സമവാക്യം എങ്ങനെ എഴുതാം? F+1e- gives F-. ഇതിൽ ഓക്സികാരി ആരാണ്? ഇലക്ട്രോണിനെ സ്വീകരിച്ചതാരാണോ അവരാണ് ഓക്സികാരി. ഇവിടെ ഇലക്ട്രോണിനെ സ്വീകരിച്ച ആറ്റം ഏതാണ്? ഫ്ലൂറിനാണ്. അതുകൊണ്ട് ഫ്ലൂറിനാണ് ഓക്സികാരി അഥവാ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ നിരോക്സികാരി ആരായിരിക്കും? മെഗ്നീഷ്യം ആയിരിക്കും. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്ന ആറ്റം ആരാണോ ഏതാണോ അതാണ് ഇവിടെ നിരോക്സികാരി അഥവാ റെഡ്യൂസിങ് ഏജൻറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷനാണ്. ഇതിൽ ഓക്സീകരണവും നിരോക്സീകരണവും എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റോമിക് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അറിയണം. എങ്കിൽ മാത്രമേ ഏത് ആറ്റത്തിനാണ് ഇലക്ട്രോൺ നഷ്ടമാകുന്നതെന്നും ഏത് ആറ്റമാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതെന്നും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ സോഡിയം വിട്ട് കൊടുക്കാനുള്ള പ്രവണതയായിരിക്കും കാണിക്കുക. പിന്നെ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 2, 8, 7 എന്നുള്ളതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള പ്രവണതയാണ് കാണിക്കുക. 2Na+Cl2 gives 2NaCl. ഇവിടെ ഓക്സീകരണം സംഭവിച്ച ആറ്റം സോഡിയമാണ്. സോഡിയത്തിനാണ് ഇലക്ട്രോണിനെ നഷ്ടമാവുന്നത്. ഓക്സീകരണ സമവാക്യം 2Na gives 2Na++ 2e-. നിരോക്സീകരണം സംഭവിച്ച ആറ്റം, അതായത് ഇലക്ട്രോണിനെ സ്വീകരിച്ച ആറ്റം എന്ന് പറയുന്നത് റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്? ക്ലോറിനാണ്. നിരോക്സീകരണ സമവാക്യം Cl2+ 2e- gives 2Cl-. ഇവിടെ ഓക്സികാരി എന്ന് പറയുമ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഇലക്ട്രോണിനെ സ്വീകരിച്ച ആറ്റം എന്ന് പറയുന്നത് ആരാണ്? ക്ലോറിനാണ്. ഇനി നിരോക്സികാരി റെഡ്യൂസിങ് ഏജൻറ്റ്, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത ആറ്റം ആരാണ്? സോഡിയമാണ്. ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന സമവാക്യങ്ങൾ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 റിയാക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്സീകരണ സമവാക്യം മെഗ്നീഷ്യം Mg2++ 2e-. ആ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്കറിയാം Mg2+ ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട ആറ്റമാണ് മെഗ്നീഷ്യം. അപ്പോൾ മെഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്ന മെഗ്നീഷ്യമാണ്. നിരോക്സീകരണ സമവാക്യം F+1e- gives F-. F- എന്നുള്ള ഫ്ലൂറിൻ്റെ ചാർജ് കാണുമ്പോഴേ നമുക്കറിയാം അവിടെ ഇലക്ട്രോണിനെ സ്വീകരിച്ച ആറ്റമാണ് ആര്? ഫ്ലൂറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗെയിൻ ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ നിരോക്സീകരണം അഥവാ റിഡക്ഷൻ സംഭവിച്ച ആറ്റം എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. അതുകൊണ്ട് ഓക്സികാരിയും ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് പറയുന്നതും ഫ്ലൂറിനാണ്. അടുത്തത് സോഡിയത്തിൻ്റെ നോക്കാം. ഓക്സീകരണ സമവാക്യം Na++1e-. ഇവിടെ സോഡിയത്തിനും പ്ലസ് ചാർജാണ് കിട്ടിയിരിക്കുന്നത്. ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട ആറ്റമാണ് സോഡിയം. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നതാണ് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന് പറയുന്നു. അതാണ് നിരോക്സികാരി അഥവാ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് സോഡിയമാണ്. അപ്പോൾ നിരോക്സീകരണ സമവാക്യം Cl+1e- gives Cl-. അവിടെ നെഗറ്റീവ് ചാർജ് ക്ലോറിൻ്റെത് വന്നതിന് കാരണം ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചത് ക്ലോറിൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ക്ലോറിനാണ് നിരോക്സീകരണം സംഭവിച്ചത് അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിച്ചതെന്ന് പറയാം. അപ്പോൾ ഓക്സികാരി എന്ന് പറയുന്നത് ക്ലോറിനാണ്, അതായത് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അടുത്തത് അയണാണ്. അയണിൻ്റെ ഓക്സീകരണ സമവാക്യം Fe2++ 2e-. ഇവിടെ അയണിന് Fe2+ ചാർജാണ്, അതായത് ഇലക്ട്രോണുകളെ 2 എണ്ണത്തിനെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, ഓക്സീകരണം സംഭവിക്കുന്നു. അതാണ് റെഡ്യൂസിങ് ഏജൻറ്റ് അഥവാ നിരോക്സികാരി. അയണാണ് നിരോക്സികാരി. നിരോക്സീകരണ സമവാക്യം O+2e- gives O2
2-. ഇവിടെ ഓക്സിജൻ്റെ ചാർജ് 2- ആണ്. 2 ഇലക്ട്രോണുകളെ ഓക്സിജൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് നിരോക്സീകരണം, റിഡക്ഷൻ. ഓക്സികാരി അഥവാ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഇവിടെ പീരിയോഡിക് ടേബിളിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതായത് മെഗ്നീഷ്യം, സോഡിയം ഇവയൊക്കെ പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് വരുന്ന എലമെൻറ്റുകളാണല്ലേ. ഇവയ്ക്കൊക്കെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള പ്രവണതയായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഫ്ലൂറിൻ, ക്ലോറിൻ ഇതൊക്കെ പീരിയോഡിക് ടേബിളിൻ്റെ വലതുവശത്ത് വരുന്ന എലമെൻറ്റുകളാണ്. അപ്പോൾ വലത്തെ അറ്റത്തേക്ക് പോകും തോറും ഇലക്ട്രോണുകളെ സ്വീകരിക്കാനുള്ള പ്രവണതയായിരിക്കും കാണിക്കുക. അപ്പോൾ അങ്ങനെ കൂടെ നമ്മളൊന്ന് ഓർത്ത് വെച്ചോളുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും പോർഷൻസ് മനസ്സിലായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്